ഹായ് 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 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഇപ്പം എന്തിനെ കുറിച്ച് പറയും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ നേരത്തെ നമ്മുടെ ഹൈറച്ചിൻ്റെ CEO ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അപ്പോൾ നമ്മുടെ അഭിലാഷ് രാവിലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മണ്ണിൽ വീണ് തിരയുകയാണ്, ഇങ്ങനെ മെഴുകുകയാണ്. എന്താണ് അഭിലാഷ് പറയുന്നത്? ഹൈക്കോടതി ജാമ്യം തള്ളിയത് ഒരു തരത്തിലും പേടിക്കാനില്ല, ഫുൾ പോസിറ്റീവാണ്, ഡബിൾ പോസിറ്റീവാണെന്നാണ് പറയുന്നത്. ഉളുപ്പുണ്ട് അഭിലാഷ്, എനിക്ക് ഡബിൾ പോസിറ്റീവാണ് പോലും. ഇത് നെഗറ്റീവ് വിധിയല്ല, നമുക്ക് ഡബിൾ പോസിറ്റീവാണ്. അത് നമ്മൾ ഹൈക്കോടതിയിലെ കേസ് പിന്നെ PMLA കോടതിയിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ കേസ് തള്ളുകയല്ല ചെയ്ത. അങ്ങനെ ആരും പറയരുത്. നമ്മൾ കേസ് ഇവിടുന്ന് എടുത്തിട്ട് അവിടത്തേക്ക് മാറ്റി. ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു ബുക്കാണ് ഇതെടുത്തിട്ട് അവിടത്തേക്ക് മാറ്റില്ലേ, അതേപോലെ മാറ്റി. അത് അത് നാളെ ജഡ്ജി കുഞ്ഞികൃഷ്ണൻ സാറ് നാളെ അത് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. ഫുൾ ഫ്രീഡമാണ്, എന്ത് വേണമെങ്കിലും ചെയ്തു എന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം, വേണമെങ്കിൽ കേസ് കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ അവൻ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നെവർ മൈൻഡ് വിട്ടുകളയാം. അങ്ങനെയുള്ള ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഫുൾ പോസിറ്റീവാണ്, ഡബിൾ പോസിറ്റീവാണ്. കേസ് തള്ളി എന്ന് ആരും വിചാരിക്കരുത്. ഇനി ചിലപ്പോൾ നാളെ അതിൻ്റെ വിധി വരുമ്പോൾ അങ്ങനെ കേസ് തള്ളി ഇത് ഈ കോടതിയിൽ നിന്ന് പരിഗണിക്കാൻ പറ്റില്ല. കാരണം ഇത് നമുക്ക് സാധാരണഗതിയിൽ ഇന്ന് കുഞ്ഞികൃഷ്ണൻ സാറ് ഒരാളെ കണ്ണൂർ വെച്ചിട്ടും മൈസൂർ വെച്ചിട്ടും ബാംഗ്ലൂർ വെച്ചിട്ടും ഒക്കെ പീഡിപ്പിച്ച ഒരാൾക്കടക്കം ജാമ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രതാപൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പ്രതാപനെ അറസ്റ്റ് ചെയ്യുന്നത് ജൂലൈ 5-ാം തീയതിയാണ്. ആഗസ്റ്റ് 30-ാം തീയതി പ്രതാപനെതിരെയുള്ള കുറ്റപത്രം 11,500 പേജുകൾ വരുന്ന കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 60 ദിവസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നാണ് പുതുതായിട്ട് സുപ്രീം കോടതിയുടെ റൂള്. അപ്പോൾ ഈ 60 ദിവസത്തിനിടയ്ക്ക് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമായിരുന്നു. എങ്ങനെ? കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ. ഇവിടെയാണ് EDയുടെ നിയമം അറിഞ്ഞുകൊണ്ടുള്ള നീക്കം നടന്നിരിക്കുന്നത്. അത് 60 ദിവസം ആവാൻ കാത്തു നിന്നില്ല, വെറും 53 ദിവസം ആയപ്പോൾ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ജാമ്യം കിട്ടാൻ സാധ്യതയുള്ളത്, ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല, നമുക്ക് പരാതിയില്ല എന്നൊക്കെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഫുള്ള് കെട്ടിച്ചമച്ച കേസാണ്. പ്രതാപൻ മര്യാദയുമായിട്ടുള്ള ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന ആളാണ്. ഉറക്കൊഴിഞ്ഞിട്ട് പൂളിംഗമുണ്ടാക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമേ ജാമ്യം കിട്ടുമായിരുന്നുള്ളൂ ഹൈക്കോടതിയിൽ. അപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചതിൻ്റെ രേഖകളും അതിൻ്റെ റിപ്പോർട്ടുകളും ബാങ്കുകളിൽ ഫ്രീസ് ചെയ്ത ഡീറ്റെയിൽസുകളും പരാതികളുടെ ഡീറ്റെയിൽസുകളും എല്ലാം പരിശോധിച്ച ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാർ ഒരു തീരുമാനമെടുക്കുന്നു. ഇത് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ എതിരെയുള്ള കുറ്റം നല്ല വെടിപ്പായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. വിദേശത്തേക്ക് പണം കടത്തി 3,100 രൂപ, 3,100 കോടി മറ്റോ
മണി ലോണ്ടറി, കള്ളപ്പണം ഉണ്ടാക്കി എന്നുള്ളതാണ്. രേഖയില്ലാതെ നിയമപരമായ ബിസിനസ് ചെയ്യാതെ പണം സമ്പാദിച്ചതിനെ നമുക്ക് കള്ളപ്പണം എന്ന് പറയാൻ പറ്റും. നിയമപരമല്ലാത്ത, നികുതി നൽകാത്ത, നിയമപരമല്ലാത്ത ബിസിനസ് ചെയ്തിട്ട് സമ്പാദിക്കുന്ന എന്തിനേയും നമുക്ക് കള്ളപ്പണം എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കള്ളപ്പണം ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമാണ്. അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു, ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ട്രയൽ നടക്കുന്ന കോടതിക്ക് ജാമ്യം കൊടുക്കട്ടെ, എന്നെക്കൊണ്ട് ഈ കള്ളന് ജാമ്യം കൊടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇന്ന് കോടതി ഉണ്ടായത്. അപ്പോൾ കോടതി കേസ് എടുത്ത പാടെ തന്നെ പറഞ്ഞു, ഇത് ഇവിടെ ശരിയാവില്ല, അവിടെ കുറ്റപത്രമൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്, ട്രയൽ നടക്കുകയാണ്, അതിനിടയ്ക്ക് ഇവിടെ ഹൈക്കോടതിയിൽ വന്നിട്ട് ജാമ്യം എടുക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ, അതുകൊണ്ട് ഇവിടുന്ന് പറ്റില്ല, നിങ്ങൾ ട്രയൽ കോടതിയിൽ തന്നെ പോയിക്കോ, കുറ്റപത്രമൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്, ട്രയലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ പോയിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് വെറുതെ ഒരു ഇവരുടെ ഹൈറച്ചിൻ്റെ വക്കീലിനോട് ഒരു അങ്ങനെ തന്നെയല്ലേ അതല്ലേ, അവിടെ പോകുന്നതല്ലേ നല്ലത്, ശരി അവിടെ ഇവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിനെയാണ് ഇവർ കേസ് നമ്മുടെ ഹൈക്കോടതി ഇവിടത്തേക്ക് മാറ്റി എന്നൊക്കെ വളച്ചൊടിക്കുന്നത്. ഉളുപ്പ് തള്ളിക്കളയാണോ ചെയ്തത്? നിങ്ങളുടെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു, വേണമെങ്കിൽ അവിടെ പോയി കൊടുത്തോ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഫുൾ നെഗറ്റീവാണ്, നെഗറ്റീവ് അല്ല എന്ന് പറയേണ്ട, ഫുൾ നെഗറ്റീവാണ്. എത്ര ലക്ഷങ്ങളാണ് അനാവശ്യമായിട്ട് പൊടിച്ചെടുത്ത് ആൾക്കാരെടുക്കുന്നത്, 100 രൂപയും 200 രൂപയും കൂലിപ്പണി എടുക്കുന്നവരും കുടുംബശ്രീക്കാരെടുക്കുന്നതും വീട്ടമ്മമാരെടുക്കുന്നതും പൈസ പിരിച്ചിട്ടല്ലേ ഈ വക്കീലന്മാർക്ക് ഉണ്ടായിക്കൊടുക്കും. എന്താണ് അവസ്ഥ? കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ സാധിക്കും? അപ്പോൾ KD പ്രതാപിൻ്റെ ജാമ്യം നിഷേധിച്ചത് വളരെ നല്ലൊരു തീരുമാനമാണ്. നീതി പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്കുള്ള ആശ്വാസമാണ്. ഇത്തരത്തിൽ കുറ്റവാളിയായ, സാമ്പത്തിക കുറ്റവാളിയായ ഒരാൾക്ക് ജാമ്യം നിഷേധിക്കുക എന്നുള്ളത് നല്ലൊരു സൂചനയാണ്. പരാതി കൊടുത്തവർക്കും പരാതി കൊടുക്കാൻ പോകുന്നവർക്കും ഈ ഹൈറിച്ച് എന്ന തട്ടിപ്പിൻ്റെ ഇരയായപ്പെട്ടവർക്കും വളരെ നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വിധി തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ബൈ.